ഇതാണ് ബി.ജെ.പിയുടെ അന്നത്തെ മുനിസിപ്പൽ പ്രസിഡന്റിന് 2018 ഏറ്റ മർദ്ദനത്തിൻ്റെ ചിത്രമാണ്. ഇളനീര് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നടുമുതുകിനെ അടിച്ച അടിയാണ്. അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിൻ്റെ പാടുകൾ കാണാം. ബി.ജെ.പിയുടെ ഒരു പ്രാദേശിക നേതാവിനെ ഇത്ര ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കിയിട്ടും ബി.ജെ.പിയുടെ തൃശ്ശൂരിലെ നേതാക്കന്മാർ പണം വാങ്ങിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് 10 ലക്ഷം രൂപ എണ്ണി വാങ്ങിക്കൊണ്ട് ഈ കേസ് അട്ടിമറിച്ചു എന്ന് ആരോപിച്ചത് ബി.ജെ.പിയുടെ തന്നെ കൗൺസിലറാണ്. ഇന്നലെ കുന്നംകുളം നഗരസഭയിൽ ബി.ജെ.പിയുടെ കൗൺസിലർ ബിനു പ്രസാദ് അദ്ദേഹം കൗൺസിൽ യോഗത്തിൽ തന്നെ പറഞ്ഞു 10 ലക്ഷം രൂപ ബി.ജെ.പി നേതൃത്വം വാങ്ങി ബി.ജെ.പിയുടെ മുൻ മുനിസിപ്പൽ പ്രസിഡന്റിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട ക്രൂരമായിട്ടുള്ള മർദ്ദനം അതുമായി ബന്ധപ്പെട്ട കേസ് ഒത്തുതീർപ്പാക്കിയെന്ന് ഇന്നലെ ഉത്തരവാദിത്തപ്പെട്ടൊരു ജനപ്രതിനിധി ബി.ജെ.പിയുടെ ജനപ്രതിനിധി കുന്നംകുളം നഗരസഭയ്ക്കകത്ത് കൗൺസിൽ യോഗത്തിൽ വെച്ച് പറയുണ്ടായി. UDFിൻ്റെ അംഗങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു, ബി.ജെ.പി പണം വാങ്ങി എന്ന് തന്നെയാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നിലപാട് മാറ്റാൻ തയ്യാറായില്ല. 10 ലക്ഷം രൂപ വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് കേവലമായിട്ടുള്ളൊരു ആരോപണമല്ല. ബി.ജെ.പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി തന്നെ ഒരു പരാതി ബി.ജെ.പിയുടെ പ്രാദേശിക നേതാവിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ 3-ാം മുറയ്ക്ക് വിധേയമാക്കിയ സംഭവത്തിലെ കേസ് ഒത്തുതീർപ്പാക്കി എന്ന് പരസ്യമായി പറയുകയാണ് ചെയ്തത്. ഞാൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത് ആ കേസുമായി ബന്ധപ്പെട്ട FIR ആണ്. 2018 രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIR ആണ്. കുന്നംകുളത്തെ മുനിസിപ്പൽ പ്രസിഡന്റായിരുന്ന ബി.ജെ.പിയുടെ മുനിസിപ്പൽ പ്രസിഡന്റായിരുന്ന മുരളി എന്ന് പറയുന്ന വ്യക്തിയെ ഇളനീര് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുതുകത്ത് ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത്. അതിക്രൂരമായിട്ടുള്ള 3-ാം മുറയ്ക്ക് മുരളി വിധേയനായി. ആ വിധേയനായ മുരളി ദീർഘകാലം ചികിത്സയും തേടേണ്ടി വന്നിട്ടുണ്ട്. ഈ കേസുമായി തുടക്കത്തിൽ ബി.ജെ.പി വലിയ ആവേശത്തോടെ മുന്നോട്ട് പോയെങ്കിലും പിന്നീട് ഇന്നലെ ബി.ജെ.പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി തന്നെ പറഞ്ഞതുപോലെ 10 ലക്ഷം രൂപ വാങ്ങി കേസ് അട്ടിമറിക്കുകയാണ് ചെയ്തത്. ഹൈക്കോടതിയിൽ ഒറ്റ ദിവസം കൊണ്ടാണ് കേസ് ക്വാഷ് ചെയ്യപ്പെട്ടത്. ഹൈക്കോടതി കേസ് കോടതി ഇടപെടലിനെ തുടർന്ന് 326 ആയിട്ട് ഇതിൻ്റെ വകുപ്പ് മാറ്റിയിരുന്നു. പക്ഷേ ആദ്യം രജിസ്റ്റർ ചെയ്ത 324 തന്നെ പോലീസ് ഈ SI ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ജാമ്യം കൊടുത്തു വിട്ടു. ഒരു കേസിൽ 2 തവണ ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് കരുതി എന്ന ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് കോടതി 326 ആയിട്ട് ഇത് കേസ് അപ്ഗ്രേഡ് ചെയ്തിട്ട് പോലും 324-ൽ ബെയിൽ കൊടുത്തു വിടുന്ന സാഹചര്യം ഉണ്ടായി. ഇദ്ദേഹത്തിന് ഏറ്റ മർദ്ദനം, കൊടിയ മർദ്ദനം, അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സുജിത്തിന് കിട്ടിയ മർദ്ദനത്തേക്കാൾ ക്രൂരമായ മർദ്ദനം. ഞാൻ അതിൻ്റെ ചിത്രമാണ് പുറത്തുവിടുന്നത്. ഇതാണ് ബി.ജെ.പിയുടെ അന്നത്തെ മുനിസിപ്പൽ പ്രസിഡന്റിന് 2018 ഏറ്റ മർദ്ദനത്തിൻ്റെ ചിത്രമാണ്. ഇളനീര് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നടുമുതുകിനെ അടിച്ച അടിയാണ്. അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിൻ്റെ പാടുകൾ കാണാം. ബി.ജെ.പിയുടെ ഒരു പ്രാദേശിക നേതാവിനെ ഇത്ര ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കിയിട്ടും ബി.ജെ.പിയുടെ തൃശ്ശൂരിലെ നേതാക്കന്മാർ പണം വാങ്ങിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് 10 ലക്ഷം രൂപ എണ്ണി വാങ്ങിക്കൊണ്ട് ഈ കേസ് അട്ടിമറിച്ചു എന്ന് ആരോപിച്ചത് ബി.ജെ.പിയുടെ തന്നെ കൗൺസിലറാണ്.